കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 2 എ പീസ് ഓഫ് കേക്ക് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഈ പാഠത്തിലെ കഥാപാത്രങ്ങളൊക്കെ ആനകളാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ കുട്ടികളുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് 3 ആനകളെ കാണാം. ഒരു വലിയ ആന, അതാണ് അമ്മ. പിന്നെ 2 കുട്ടികൾ, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, പിന്നെ കുറച്ചൊരു വലിയ കുട്ടിയുണ്ട്. അമ്മ എന്താ പറയുന്നത്? ഐ ആം വെരി ഫാറ്റ്. ഓഹ്, എനിക്ക് ഭയങ്കര തടിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞു, ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. ഓഹ്, നിങ്ങൾക്ക് അത്ര വലിയ തടിയൊന്നുമില്ല. അപ്പോൾ കുഞ്ഞി ആന എന്താ പറയുന്നത്? ലുക്ക്, മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. നോക്ക്, അമ്മക്കിതാ വലിയ തടിച്ചു ഉരുണ്ട വയറ്. അടുത്ത പേജിൽ 2 ആനക്കുട്ടികളുടെ ചിത്രം കാണാം. അതിലൊരു കുട്ടി എന്താ പറയുന്നത്? മോം, യു ആർ സ്ട്രോങ്. അമ്മേ, നീ നല്ല ശക്തിയുള്ളവളാണ്. അപ്പോൾ മറ്റേ കുട്ടി എന്ത് പറഞ്ഞു? യു ആർ ക്യൂട്ട് ടു. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, സുന്ദരി. അപ്പം നിങ്ങൾ വളരെ സുന്ദരിയും കൂടിയാണ്. ദ മദർ എലിഫന്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അമ്മ ആന പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കം, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഷീ കോൾഡ് ഔട്ട്. അങ്ങനെ അമ്മ ആന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചു. ഇനി നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാം. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം ആസ്ക്ഡ് ലൂക്ക്. അതിൽ ലൂക്ക് എന്ന് പറഞ്ഞ ആനക്കുട്ടി ചോദിച്ചു, അമ്മേ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താ ഉള്ളത്? വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്, സെഡ് ദ മദർ എലിഫന്റ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? നമുക്ക് ഇന്ന് കഴിക്കാൻ തേങ്ങ, കോക്കനട്ട്, ഷുഗർ കെയിൻ, കരിമ്പ്, ഇത് 2ആണുള്ളത്. ഇനി മുതൽ കേക്ക്സും ഇല്ല, ബിസ്ക്കറ്റ്സും ഇല്ല. ബട്ട് വൈ? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ് സാഡ്ലി. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് എന്ന് ആ കുഞ്ഞി എലിഫന്റ് ചോദിച്ചു. വളരെ സങ്കടത്തോടെ ചോദിച്ചു കേട്ടോ. വി ആർ ഓൾ ഫാറ്റ്. നമ്മളെല്ലാവരും ഭയങ്കര തടിയുള്ളവരാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. നമ്മൾ കുറച്ച് കഴിക്കണം, അതിനുശേഷം നല്ലോണം പണിയെടുക്കണം. ഓക്കെ, നല്ലോണം അധ്വാനിക്കണം. ഇവിടെ ചിത്രത്തിൽ കണ്ടോ, അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് തേങ്ങയും കരിമ്പും എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ദ എലിഫന്റ് കിഡ്സ് വെന്റ് ടു സ്കൂൾ. അങ്ങനെ ആനക്കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. ഇൻ ദ ഈവനിങ് ദ കെയിം ബാക്ക്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവരൊക്കെ തിരിച്ചു വന്നു. ലെറ്റ്സ് റീഡ്. ഇനി നമുക്ക് വായിക്കാം. മോം, ക്യാൻ വി വാച്ച് ടെലിവിഷൻ ആസ്ക്ഡ് ബ്രൗൺ ദ എൽഡസ്റ്റ്. ദ എൽഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്ത ആള്. ഓക്കെ, മൂത്ത കുട്ടി. അപ്പം മൂത്ത ആനക്കുട്ടി, അവൻ്റെ പേര് ബ്രൗൺ എന്നാണ്. അവൻ എന്ത് ചോദിച്ചു അമ്മനോട്? അമ്മേ, ഞങ്ങളെല്ലാം ഇരുന്നിട്ട് TV കണ്ടോട്ടെ എന്ന് ചോദിച്ചു. നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. അതിനൊന്നും സമയമില്ല പ്രിയ മക്കളെ, നിങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരിക എന്ന് അമ്മ പറഞ്ഞു. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ കുറച്ച് ദൂരം ഓടാൻ പോവുകയാണ്. ലുക്ക്, വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. നീ നോക്ക്, നമ്മളെല്ലാം ഭയങ്കര വണ്ണം വെച്ച് ഹെവി ആയിട്ട് വെയിറ്റ് ജാസ്തിയായി വരികയാണ് എന്ന് അമ്മ ആന പറഞ്ഞു. എന്ത്? സെഡ് ദ മദർ എലിഫന്റ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദേ വെന്റ് ഫോർ എ ജോഗ്. അങ്ങനെ അവര് ഓടാൻ പോയി. ഇവിടെ നിങ്ങൾ ഈ ചിത്രം കാണുന്നില്ലേ? അതാ മദർ എലിഫന്റ് വെയിങ് മെഷീന്റെ മേലെ കയറി നിന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് കണ്ണ് തള്ളിപ്പോയി. കണ്ടോ, ആകെ വെയിറ്റ് കണ്ടിട്ട് ഭയങ്കര ടെൻഷനായി, വെയിറ്റ് കൂടി വരികയാണ് എന്ന്. ദ ഫാമിലി കെയിം ബാക്ക് ആഫ്റ്റർ എ റൺ. അങ്ങനെ അവർ കുടുംബമായിട്ട് അമ്മയും മക്കളും ഓടിക്കഴിഞ്ഞു, തിരിച്ചെത്തി. ദ കിഡ്സ് വേർ ടയേർഡ്. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ക്ഷീണത്തിലായിരുന്നു. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. ഈസ് ടീ റെഡി മാം ആസ്ക്ഡ് ഡെല്ല. അപ്പോൾ ഡെല്ല എന്ന് പറഞ്ഞ ആനക്കുട്ടി എന്ത് ചോദിച്ചു അമ്മനോട്? ചായ റെഡിയാണോ? നോ ടീ ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗൗട്ട് ജ്യൂസ്, സെഡ് ദ മാം. അപ്പോൾ ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നില്ല, നമ്മൾ ഇന്ന് കയ്പ ജ്യൂസാണ് കുടിക്കാൻ പോകുന്നത് എന്ന് അമ്മ പറഞ്ഞു. ഇതാണ് കയ്പ. എല്ലാവരും കണ്ടതല്ലേ? ബിറ്റർ ഗൗഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയാം. ഓ മൈ ഗോഡ്, ഡെല്ല പുട്ട് ഹർ ഹാൻഡ്സ് ഓൺ ഹർ ഹെഡ്. തലക്ക് കൈവച്ചുകൊണ്ട് ഡെല്ല ചോദിച്ചു, ഓ എൻ്റെ ദൈവമേ എന്ന്. വാട്ട് ഈസ് റോങ് വിത്ത് മോം ആസ്ക്ഡ് ദ ബേബി എലിഫന്റ്. ആ ചെറിയ എലിഫന്റ്, കുട്ടി എലിഫന്റ്, അതായത് ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ഈ അമ്മക്ക് എന്ത് പറ്റി? ഇതാ ഈ ചിത്രത്തിൽ കണ്ട അമ്മയാനേതാ കയ്പ ജ്യൂസ് ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത്. പിള്ളേരുടെ ഒക്കെ മുഖം കണ്ടില്ലേ? ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അത് കുടിക്കാൻ. ദ കിഡ്സ് വെന്റ് ടു ദ സ്റ്റഡി റൂം. അങ്ങനെ ആനക്കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് അവരുടെ പഠിക്കുന്ന മുറിയിലോട്ട് പോയി. ദേ ഓൾ വേർ ഹംഗ്രി. അവർക്കെല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ലെറ്റ്സ് റീഡ്. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫന്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്.
അങ്ങനെ ലേറ്റ് ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8:30 മണി 9 മണി. അപ്പോൾ ആ സമയം ആയപ്പോഴേക്കും അച്ഛൻ ആന പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. മൂപ്പര് പോയിട്ട് TV ഓണാക്കി സോഫയിൽ പോയി കിടന്നിട്ട് അങ്ങനെ TV കാണാൻ തുടങ്ങി. നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ TV. അപ്പോൾ അമ്മ ആന എന്ത് പറഞ്ഞു? പ്രിയനെ, TV ഒക്കെ ഒന്ന് ഓഫ് ആക്കുക. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ്, സെഡ് ദ മദർ എലിഫന്റ്. അപ്പോൾ അമ്മ ആന എന്ത് പറഞ്ഞു? നമുക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ വൈ ആസ്ക് ദ ഫാദർ എലിഫന്റ്? എക്സസൈസ് ഒക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അച്ഛൻ ആന ചോദിച്ചു. ഫോർ ബിക്കമിങ് തിന്നർ, ഷീ റിപ്ലൈഡ്. അപ്പോൾ അമ്മ ആന എന്ത് പറഞ്ഞു? നമുക്ക് കുറച്ച് മെലിയണ്ടേ, നമ്മൾ ഭയങ്കര തടി വെച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മെലിയാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാം. നമുക്ക് തുടർന്ന് വായിക്കാം. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. അങ്ങനെ ദിവസവും ഈ കുടുംബം പോയിട്ട് കുറേ ടൈപ്പ് എക്സസൈസ് ഒക്കെ ചെയ്തു. എന്തൊക്കെ ചെയ്തത്? സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, സൈക്ലിംഗ്. അങ്ങനെ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. എവ്രി വൺ ഗോട്ട് ടയേർഡ്. എല്ലാവരും ക്ഷീണിച്ചു. ബട്ട് ദർ വാസ് നോ തിന്നിങ്. പക്ഷെ ആരും മെലിയുന്നില്ല. ദിസ് വിൽ നോട്ട് വർക്ക്. വി കനോട്ട് ബി തിന്നർ. എലിഫന്റ്സ് ആർ ഓൾവേസ് ഫാറ്റ്, സെഡ് ലൂക്ക്. അപ്പം ലൂക്ക് എന്ന് പറഞ്ഞ ആനക്കുട്ടി എന്ന് പറഞ്ഞ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ ഒരിക്കലും മെലിയാൻ പോകുന്നില്ല. ആനകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തടിച്ചിട്ട് തന്നെയാണ് എപ്പോഴും. ആർ ഓൾവേസ് ഫാറ്റ്. നമ്മൾ എപ്പോഴും തടിച്ചിട്ട് തന്നെയാണ്. നോ നോ, വി മസ്റ്റ് ട്രൈ ഹാർഡർ, സെഡ് ദ മദർ എലിഫന്റ്. അല്ലല്ല, നമ്മൾ ഇനിയും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡായിട്ട് നല്ലോണം പരിശ്രമിക്കണം, നല്ലോണം എക്സസൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെലിയും. ഷീ വൈപ്ഡ് ഹെർ സ്വെറ്റ് വിത്ത് എ ടവൽ. അപ്പോൾ അമ്മ ആന നല്ല എക്സസൈസ് ചെയ്ത് വിയർക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നല്ല വിയർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടവൽ എടുത്തിട്ട് വിയർപ്പൊക്കെ തുടച്ച് കളഞ്ഞു അമ്മ ആന. ഇതാ കണ്ടോ, ചിത്രത്തിൽ കണ്ടില്ല, ഭയങ്കര മേനക്കെട്ട എക്സസൈസ് എല്ലാവരും. ഇതാ അമ്മ ഇതാ വിയർത്തൊലിക്കുന്നു. കുട്ടികളൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അച്ഛനാന അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കോക്കനട്ട്സ്, ബിറ്റർ ഗൗഡ്സ്, സാലഡ്സ് എവറി ഡേ. അപ്പം ദിവസവും ഇവർ കഴിക്കുന്ന എന്താ? ഇപ്പം തേങ്ങ, കയ്പ, പിന്നെ സാലഡ്സ്, അതായത് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ദ എലിഫന്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. ഇതെല്ലാം കഴിച്ചിട്ട് ഈ ആനക്കുട്ടിയൊക്കെ മടുത്ത്, ദേ ഗോട്ട് ഫെഡ് അപ്പ്, മടുത്തു എന്ന് പറയും. വി വാണ്ട് ടേസ്റ്റി ഫുഡ്, ദേ സെറ്റ് ടുഗെദർ. അപ്പോൾ ഇവർ ഒന്നിച്ചിട്ട് പറഞ്ഞു, കുട്ടികളൊക്കെ ഒന്നിച്ച് പറയണം, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണം, ടേസ്റ്റുള്ള ഫുഡ് വേണം. ആ സമയത്ത് ദ ഡോർ ബെൽ റാങ്. ആരോ കോളിംഗ് ബെൽ അടിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ദ ഡോർ ബെൽ റാങ്. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു. ദ മദർ എലിഫന്റ് ഓപ്പൺ ദ ഡോർ. അമ്മ ആന പോയിട്ട് ഡോർ തുറന്നു. ഹിയർ ഇസ് എ പാർസൽ ഫോർ യു, ദ എലിഫന്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. അങ്ങനെ പാർസൽ കൊണ്ടുവന്ന ആന പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു പാർസൽ ഉണ്ട്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ. അമ്മമ്മയാണ് ഈ പാർസൽ അയച്ചത്. വാട്ട് ഈസ് ഇൻസൈഡ്? എവ്രി വൺ സ്റ്റേർഡ് അറ്റ് ദ ബോക്സ്. എല്ലാവരും ബോക്സ് നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് അതിന്റെ അകത്ത്? ദ ഫാദർ ഓപ്പൺ ദ പാർസൽ. അപ്പൊ അച്ഛനാണ് ഈ പാർസൽ തുറന്നു. ലെറ്റ്സ് റീഡ്. അങ്ങനെ അച്ഛൻ ആ പാർസൽ തുറന്നു നോക്കി. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. അപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത്, അതിൽ കേക്കാണ്. ഗ്രാൻഡ് മദർ അയച്ചത് ഒരു വലിയ കേക്കാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ആനക്കുട്ടികളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഓ, എന്തൊരു നല്ല മണം. ലൂക്ക് ടച്ച് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക് എന്ന് പറഞ്ഞ ആനക്കുട്ടി ആ കേക്ക് ഒന്ന് അവന്റെ തുമ്പിക്കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കി. ട്രങ്ക് എന്ന് പറഞ്ഞ ആനന്റെ തുമ്പിക്കൈ. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്. അപ്പൊ ഡെല്ല എന്ന് പറഞ്ഞ ആനക്കുട്ടി എന്താ പറഞ്ഞു? ഓ, അതിന്റെ കളർ ഒന്ന് നോക്കൂ. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്, ബ്രൗൺ ആഡഡ്. അപ്പൊ ബ്രൗൺ പറഞ്ഞു, അതിന്റെ മേലൊക്കെ നിറയെ പൂക്കളുണ്ട്. മോം, പ്ലീസ് കട്ട് ഇറ്റ്, ഐ വാണ്ട് കേക്ക് നൗ, ദ ബേബി എലിഫന്റ് ക്രൈഡ്. അപ്പൊ ഏറ്റവും ചെറിയ ആനക്കുട്ടി എന്ത് പറഞ്ഞു? അമ്മ, ദയവ് ചെയ്തിട്ട് ആ കേക്ക് ഇപ്പൊ കട്ടി, എനിക്കിപ്പൊ വേണം ആ കേക്ക്. ദ മദർ കേം നിയർ, ഷീ സ്മെൽ ദ കേക്ക്. അപ്പൊ അമ്മ ആനയും അടുത്ത് വന്നിട്ട് ആ കേക്ക് ഒന്ന് മണത്ത് നോക്കി. ഇതാ എല്ലാരും ഇരിക്കുന്നത് ആ കേക്ക് നോക്കിയിട്ട്. അപ്പൊ അമ്മ ആന മണത്ത് നോക്കി. പക്ഷെ എല്ലാവരും ആകാംക്ഷയോടെ ആ കൊണ്ടുവന്ന കേക്ക് നോക്കി ഇരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്, മുറിച്ച് എപ്പോൾ തിന്നണം എന്നുള്ളത് നോക്കിയിട്ട്. ലെറ്റ്സ് റീഡ്. ഇറ്റ്സ് യമ്മി ബട്ട്. അപ്പോൾ അമ്മ മണത്ത് നോക്കിയിട്ട് പറയാണ്, നല്ല മണം, നല്ല ടേസ്റ്റ്. പക്ഷേ അപ്പോൾ എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. എന്താണ് ഈ അമ്മ പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ച് എല്ലാവരും അമ്മേനെ നോക്കി. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്.
the mother said. അപ്പോൾ അമ്മ ആന എന്താ പറഞ്ഞത്? ഇത് നമ്മൾ കഴിക്കില്ല, ഇത് ഇവിടെ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാം, ഓക്കെ, അവർക്ക് വേണ്ടി എടുത്തു വെക്കാം. ലെറ്റ്സ് കീപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എടുത്തു വെക്കാം. ഷി പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. ഇതാ ഈ ചിത്രത്തിൽ കണ്ടല്ലോ, അമ്മ ഇതാ കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. മക്കളൊക്കെ അതാ നോക്കി നിൽക്കുക. ഓൾ വെർ തിങ്കിങ് അബൌട്ട് ദ സ്വീറ്റ് കേക്ക്. അങ്ങനെ എല്ലാവരും ഈ കേക്കിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ടോക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. അങ്ങനെ ആ ദിവസം മുഴുവനും, ഓക്കെ, ആ ഒരു ദിവസം മുഴുവനും ഈ കേക്കിനെ കുറിച്ചാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. അങ്ങനെ രാത്രിത്തെ അത്താഴം കഴിഞ്ഞു, എല്ലാവരും കിടക്കാൻ പോയി. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് us? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്. അപ്പോൾ ആ ആനക്കുട്ടികളുടെ ഏറ്റവും ചെറിയ ആനക്കുട്ടി ചോദിച്ചു, നമ്മളിവിടെ എപ്പോഴാണ് ഒരു അതിഥി സന്ദർശിക്കുക? വൈ ഡു യു വോണ്ട് എ ഗസ്റ്റ്? ബ്രൗൺ ആസ്ക്ഡ്. അപ്പോൾ ബ്രൗണിന് പേരുള്ള ആനക്കുട്ടി ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഒരു അതിഥി വരുന്നത്? മോം വിൽ കട്ട് ദ കേക്ക് ദെൻ സെഡ് ദ ബേബി എലിഫന്റ്. അപ്പോൾ ആ കുട്ടി ആന എന്ത് പറഞ്ഞു? അപ്പോഴാണ് അമ്മ ആ കേക്ക് കട്ട് ചെയ്യുക. ഇറ്റ്സ് എ സ്പോഞ്ച് കേക്ക്, ലൂക്ക് സെഡ്. അപ്പോൾ ലൂക്ക് എന്ന് പറഞ്ഞ ആനക്കുട്ടി എന്ന് പറഞ്ഞു, ഓ അതൊരു വെറും സ്പോഞ്ച് കേക്ക് ആണ്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ, ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. അപ്പോൾ ഡെല്ല എന്ന് പറഞ്ഞ ആ ആനക്കുട്ടി എന്ത് പറഞ്ഞു? അതിന്റെ മേലെയുള്ള ആ ഫ്ലവേഴ്സൊക്കെ നല്ല ഷുഗർ കൊണ്ട്, വെറും പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് കൊതി കൊണ്ട് അവളുടെ ലിപ്സൊക്കെ അങ്ങോട്ട് നക്കി. ഓക്കെ, എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്, ദേ കുഡിന്റ് സ്ലീപ്. അങ്ങനെ എല്ലാവരും ഈ കേക്ക് ആലോചിച്ച് കിടന്നിട്ട് ആർക്കും ഉറക്കം വന്നില്ല. ഈ ചിത്രം കണ്ടില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ കേക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഉറക്കം വരുന്നില്ല ആർക്കും. നമുക്ക് മുന്നോട്ട് വായിക്കാം. ദ മദർ എലിഫന്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. അങ്ങനെ അമ്മ ആനയ്ക്ക് ഈ കേക്ക് എങ്ങനെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതാണ് വാസ് ഈഗർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആശ എന്നൊക്കെ പറയാം. അറ്റ് മിഡ് നൈറ്റ് ഷീ ഗോട്ട് അപ്പ്. അങ്ങനെ അർദ്ധരാത്രി ആയപ്പോൾ അവൾ എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ് ഷീ തോട്ട്. അവൾ വിചാരിച്ചു എല്ലാവരും കിടന്നുറങ്ങണമെന്ന്. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. വളരെ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ അടുക്കളയിലേക്ക് പോയി. സ്ലോലി ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. അങ്ങനെ മെല്ലെ ഫ്രിഡ്ജ് തുറന്ന് ആ കേക്കിന്റെ പാക്കറ്റ് പുറത്തെടുത്തു. വാവ്, വാട്ട് എ സ്വീറ്റ് സ്മെൽ. അപ്പം അമ്മ ആന ആ സ്മെല്ലും കൊണ്ട് ആസ്വദിച്ചിട്ട് പറയാണ്, വാഹ് എന്തൊരു നല്ല മണം. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. അങ്ങനെ കണ്ണും പൂട്ടി ആ കേക്കിന്റെ മണം അങ്ങനെ ആസ്വദിച്ച് ആ ആന. ഹെർ മൗത്ത് വാട്ടേഡ്. അപ്പോഴത്തേക്കും വായെന്നൊക്കെ വെള്ളം വന്ന് കൊതിയുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ട നിങ്ങള്, ആരും കാണാതെ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ അമ്മ ആന ആ കിച്ചണിൽ വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുകയാണ്. ലെറ്റ്സ് റീഡ്. ദ മദർ ഓപ്പൺഡ് ദ പാക്കറ്റ്. അങ്ങനെ അമ്മ ആന മെല്ലെ ആ പാക്കറ്റ് തുറന്നു. അലാസ്, there was only one piece left. അയ്യോ, ഇതിലൊരൊറ്റ കഷ്ണമല്ലേ ബാക്കിയുള്ളൂ. Where are the other pieces? Who ate them? മറ്റു കഷ്ണങ്ങളൊക്കെ എവിടെ പോയി? ആരാ ഇതെല്ലാം തിന്നത്? Anyway, I will eat this. നീ എന്തായാലും വേണ്ടില്ല, ഞാൻ ഇത് കഴിക്കാൻ പോവാ. She took the last piece from the packet. അങ്ങനെ ലാസ്റ്റ് പീസ് ആ പാക്കറ്റിന് എടുത്തു. അപ്പൊ തന്നെയാണ് ഒച്ച കേൾക്കുന്നത്. Got you! Suddenly she heard a voice. നിന്നെ പിടിച്ച്, കള്ളത്തിനെ പിടിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരു ശബ്ദം, ആരോ പറയുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു. ഇവിടെ ചിത്രത്തിൽ കണ്ടോ? വളരെ ശ്രദ്ധിച്ച് ആരും കാണുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് ആ കേക്കിന്റെ പാക്കറ്റ് പുറത്തെടുക്കുക. ലെറ്റ്സ് റീഡ്. ദ മദർ എലിഫന്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ അമ്മ ആന എന്ത് ചെയ്ത് പോയി ലൈറ്റ് ഓൺ ആക്കി. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വെർ അണ്ടർ ദ ടേബിൾ. അപ്പൊ ഈ അച്ഛനും മക്കളും ഈ മേശന്റെ അടിയിലിരിക്കുക. ദേ വെർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്. എന്താ ചെയ്യുന്നത്? അവരെല്ലാം ഈ കേക്ക് തിന്നുകൊണ്ടിരിക്കുക. യു ഓൾ ഹിയർ, ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. ദ മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാനൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്ന എന്ന് ഈ അമ്മ ആന വളരെ നാണത്തോടുകൂടെ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു. ബട്ട് വി കോട്ട് ദ തീഫ്, ഡെല്ല ലാഫ്ഡ് അലൗഡ്. അങ്ങനെ ഡെല്ല എന്ന് പറഞ്ഞ ആനക്കുട്ടി എന്ത് ചെയ്തു? പക്ഷെ ഞങ്ങളാണല്ലോ കള്ളനെ പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഉറക്കെ എല്ലാവരും കൂടി ചിരിച്ചു. ഈ ചിത്രത്തിൽ കണ്ടോ? ആ ബാക്കിയുള്ള ലാസ്റ്റ് പീസ് അമ്മാന കയ്യിലെടുത്ത് എന്നിട്ട് പോയിട്ട് ലൈറ്റ് ഓൺ ആക്കി നോക്കി. ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ ഇതാ കാണുന്നു, അച്ഛനും മക്കളൊക്കെ മേശന്റെ അടിയിൽ ഇരുന്നിട്ട് കേക്ക് തിന്നുകൊണ്ടിരിക്കുക. മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. അങ്ങനെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് കഴിച്ചു. മാം, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ? ആസ്ക്ഡ് ദ ബേബി എലിഫന്റ്. അപ്പൊ ചെറിയ ആനക്കുട്ടി എന്ത് ചോദിച്ചു? അമ്മേ, നിങ്ങൾക്ക് മെലിയണ്ടേ?
Yes, of course. We will eat cakes today and tomorrow we will work out even harder, the mother said. അപ്പൊ അമ്മ എന്താ പറഞ്ഞറിയോ? എനിക്ക് തീർച്ചയായിട്ടും മെലിയണം, പക്ഷേ ഇന്ന് നമ്മൾ ഈ കേക്ക് കഴിക്കുന്നു. നാളെ നമ്മൾ പാർക്കിൽ പോയിട്ട് വളരെ കഠിനമായിട്ട് എക്സസൈസ് ചെയ്യും. കേക്ക് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, സെഡ് ദ ബേബി എലിഫന്റ്. അപ്പൊ ചെറിയ ആനക്കുട്ടി എന്ന് പറഞ്ഞറിയോ? കേക്ക് ആണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എവ്രി വൺ ലാഫ്ഡ് ആൻഡ് വെന്റ് ടു ബെഡ്. ഈ തമാശ കേട്ടപ്പം എല്ലാവരും ചിരിച്ചു. എന്നിട്ട് അവരെല്ലാവരും ഉറങ്ങാൻ പോയി. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടോ, അമ്മ ആന അതാ ആ കേക്ക് കഴിക്കുന്നു. ബാക്കി എല്ലാവരും കേക്ക് കഴിച്ചു കഴിഞ്ഞു. പക്ഷെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ആ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കഴിച്ചു. ഓക്കെ സ്റ്റുഡൻസ്, എ പീസ് ഓഫ് കേക്ക് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കണം.